അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നലെ നമ്മൾ പറയുകയുണ്ടായി, നബിയും സഹാബത്തും ബദറിലേക്കെത്തി. അവിടുന്ന് ടെൻ്റ് കെട്ടാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം മഹാനായ ഹുബാബ് റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് മാറ്റുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. ബദറിൽ മുസ്ലിമീങ്ങൾ സ്വസ്ഥമായി നിൽക്കുന്ന സമയത്ത് ശത്രുപക്ഷത്തുള്ള മുശ്രിക്കീങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ സായുധരാണ്. പലപ്പോഴും ബദറിൻ്റെ രണാങ്കണത്തിലിറങ്ങി മുസ്ലിമീങ്ങളെ പ്രകോപിതരാക്കാൻ വേണ്ടി അബൂജഹലിൻ്റെ സംഘം ഇങ്ങനെ ആയുധം വീശി പരിശീലനം നടത്താറുണ്ടായിരുന്നു. മുസ്ലിം പക്ഷത്ത് വീശാൻ മാത്രം ആയുധമില്ല. അവർ 1000-ഓളം ആളുകളുണ്ട്, എല്ലാവരും സായുധരാണ്. അതേപോലെ തന്നെ 100 കുതിരയും 600-ഓളം അങ്കിയും എണ്ണമറ്റ ഒട്ടകവുമൊക്കെ അവരോട് കൂടെയുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ഈയൊരു സജ്ജീകരണം കണ്ട് സ്വഹാബത്തിൻ്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി തങ്ങൾക്ക് ദയനീയത തോന്നി. സ്വാഭാവികമായും വരാം, ഇവരോട് ഞങ്ങളെങ്ങനെ നേരിടണമെന്ന ഒരു ആഗ്രഹവും നബി തങ്ങൾക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂജഹൽ വെറും വാശിപ്പുറത്ത് മാത്രമാണ് ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. നബി തങ്ങൾക്കൊരു താല്പര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ബദറിൽ എന്ന് പറഞ്ഞ ഏതാനും ചില വാക്കുകളുണ്ട്. എന്താണ് ആ വാക്കുകൾ? നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹാദിഹി ഖുറൈശുൻ ജാഅത് ബിഖുയലാഇഹാ വഫഖരിഹാ. ആ ആയുധ പരിശീലനം നടത്തുന്ന, ആയുധമിങ്ങനെ തോളിലേന്തി മുസ്ലിമീങ്ങളെ പ്രകോപിതരാക്കുന്ന ആളുകളുടെ ആയുധം കണ്ടുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, പടച്ചോനെ, ഇത് അഹങ്കാരികളായ ഖുറൈശിക്കൂട്ടമാണ്. തുജാദിലു വതക്ദിബു റസൂലക. അവർ തർക്കിക്കുന്നതും നിഷേധിക്കുന്നതും അങ്ങയുടെ പ്രവാചകനെയാണ്, നിന്റെ പ്രവാചകനെയാണ്. അല്ലാഹുമ്മ ഫനസ്റുകല്ലദീ വഅദ്തനി. പടച്ചോനെ, നീ എന്നെ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത സഹായം എനിക്കാവശ്യം ഈ സമയത്താണ്. ബദറിൽ മനമൊരുങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ എന്നെ സഹായിക്കും, നീ എന്നെ സഹായിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ആ സഹായം എനിക്ക് വേണ്ടത് ഇപ്പോഴാണ്. എന്നിട്ട് വഖാമ വറഫഅ യദൈഹി വൻതസറ റബ്ബഹു. നബി തങ്ങൾ എണീറ്റ് നിന്ന് ഇരുകരങ്ങളും മേൽപോട്ടുയർത്തി അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരുന്നു. അതാണ് മുസ്ലിമീങ്ങളുടെ ബദറിലെ ആകെയുള്ള ആയുധം അതാ. വബാലഗ ഫി തളറു. റസൂലുള്ളാഹി തങ്ങൾ വിനയാന്വിതനായി ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവിടുത്തെ രക്ഷിതാവിന് മുമ്പിൽ വിനയാന്വിതനായി നിന്നു. വറഫഅ യദൈഹി. ഓരോന്ന് ദുആ ചെയ്യുമ്പോഴും അവിടുത്തെ കരങ്ങളിങ്ങനെ മേലോട്ട് ഉയരാൻ തുടങ്ങി. ഹത്താ സഖത റിദാഅഹു. റസൂലുള്ളാഹി തങ്ങളുടെ കരങ്ങളിങ്ങനെ ഉയർന്നപ്പോൾ അവിടുത്തെ മേൽത്തട്ടം ബാക്ക് സൈഡിലൂടെ താഴേക്ക് വീണു. വഹുവ യഖൂൽ. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്നു, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ വാഗ്ദാനം, കരാറ്, അതെനിക്ക് ഇവിടെ വെച്ചുകൊണ്ട് തരണം. എന്നെ നീ കൈവിടരുത്. എന്നിട്ട് അവസാനമായി റസൂലുള്ളാഹി തങ്ങൾ ബദറിൽ വെച്ച് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം. പടച്ച റബ്ബേ, ഭൂമിയിലുള്ള ലോകത്തുള്ള ഈ ചെറുസംഘം 313 മുസ്ലിമീങ്ങൾ, ഇവരെ എങ്ങാനും എവിടെ വെച്ചുകൊണ്ട് നീ നശിപ്പിച്ചാൽ, ലാ തുഅബദ് ഫിൽ അർളി. ഭൂലോകത്ത് നിന്നെ ആരാധിക്കുന്ന ഒരാളെയും കാണാൻ കഴിയില്ല. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആഇൻ്റെ അവസാനത്തിലുള്ളത്.
ബദറിലെ മുസ്ലിമീങ്ങളുടെ ആയുധം ആ ഒരൊറ്റ പ്രാർത്ഥനയായിരുന്നു, ആ ഒരു ദുആ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽത്തട്ടം താഴേക്ക് വീണപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പിന്നിൽ തന്നെയുണ്ട്. നബി തങ്ങളുടെ ഈ വിഷമം കണ്ടിട്ട് താങ്ങാൻ കഴിയാതെ നബി തങ്ങൾ തന്നെ ഒരു വേള ഇവിടെ തകരുകയാണ്, ആത്മീയമായി തകരുകയാണെന്ന് പറഞ്ഞാൽ സഹാബികളോടുള്ള സ്നേഹം, അവിടെ നിന്ന് ഇത്രയും സായുധരായ ആളുകളോട് യുദ്ധം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ബാക്കിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതിസന്ധികളിലൊക്കെ കൂടെയുണ്ടായിരുന്ന മഹാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്ബുക മാ ശദത്തുക റബ്ബുക യാ റസൂലല്ലാഹ്, ഹസ്ബുക മിന്നാ ശദത്തുക റബ്ബുക യാ റസൂലല്ലാഹ്. അബ്ശിർ, മദിനബിയെ മതി, ദുആ ചെയ്തതു മതി, റബ്ബ് അവിടെ നിന്ന് ശക്തി നൽകും, അങ്ങേക്ക് റബ്ബ് ശക്തി നൽകും, അതുകൊണ്ട് അബ്ശിർ, അങ്ങ് സന്തോഷിക്കൂ നബിയെ. കണ്ടോ, ഹിറാ ഗുഹയിൽ ഒറ്റപ്പെട്ടപ്പോൾ സാന്ത്വന വാക്കുമായി വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവിടെയും വിഷമിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാന്ത്വനം നൽകിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഫവല്ലദി നഫ്സി ബിയദിഹി ലയൻജസന്നല്ലാഹു മാ വഅദക, അല്ലാഹുവാണേ സത്യം, അങ്ങയോട് എന്തൊരു വാഗ്ദാനമാണോ റബ്ബ് നൽകിയതെങ്കിൽ അതിവിടെ വെച്ചുകൊണ്ട് അങ്ങേക്ക് പൂർത്തീകരിക്കപ്പെടും, ബദറിൽ അങ്ങയെ സഹായിക്കപ്പെടും. ഇങ്ങനെ ഒരു ആശ്വാസവാക്കുമായി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് താഴേക്ക് ചാടിയ മേൽത്തട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുകയുണ്ടായി. പലപ്പോഴും പ്രതിസന്ധികളിൽ കൂടെയുണ്ടായിരുന്ന മഹാനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി തങ്ങൾ സഹാബികൾ അങ്ങനെ അണിയണിയായി നിർത്തി. ഒരു യുദ്ധത്തിന് വേണ്ടി 313 സഹാബികളെയും അണിയണിയായി നിർത്തുകയാണ്. അണിയായി നിൽക്കുന്നതിൻ്റെ മുമ്പ് നിൽക്കുന്ന സമയത്ത് ആ ലൈനിൽ ഒരു വിടവ് കണ്ടു. ആ വിടവുള്ള ഭാഗത്താരാ? ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹുവാണ്. ഓരോ രംഗങ്ങളും കരളലിയിപ്പിക്കുന്ന രംഗങ്ങളാണ്. സവാദ് റളിയല്ലാഹു അൻഹുവാണ്. നബി തങ്ങൾ അവിടെയുള്ള അണികളെ നേരെയാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വടി കൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ലൈന് ക്ലിയർ ചെയ്യുന്നത്. അതിനിടയിൽ സവാദ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ തോണ്ടി ആ വടി വെച്ചുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ലൈനിൽ നിന്ന് അല്പം തെറ്റി നിൽക്കുന്ന സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുറത്തിങ്ങനെ തോണ്ടിയിട്ട് ശരിയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു, ഇസ്തവിയ സവാദ്, ക്ലിയറായി നിൽക്കൂ, ശരിക്ക് നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔജഅതനി. സവാദ് റളിയല്ലാഹു അൻഹു പറയാ, യാ റസൂലല്ലാഹ് ഔജഅതനി, അങ്ങ് സ്വഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്നെ വടി കൊണ്ട് മെല്ലെ തോണ്ടിയപ്പോൾ അതെനിക്ക് വേദനയായിട്ടുണ്ട്, അങ്ങനെ വേദനിപ്പിച്ചു പോയി, അതുകൊണ്ട് ഫഖിദിനി, എനിക്കതിന് പകരം വീട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നെ എങ്ങനെയാണോ ആ വടി വെച്ച് കുത്തിയതെങ്കിൽ അതുപോലെ എനിക്ക് നിങ്ങളെയും അങ്ങയെയും ആ വടി വെച്ച് കുത്തണം. കേട്ട സഹാബകൾ മുഴുവനും മന്ദാളിച്ചു പോയി. എന്താണ് സവാദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുന്നത്? ആർക്കും ഇതിൻ്റെ ലക്ഷ്യം മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വടി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സവാദേ നീ കുത്തിക്കോ. നബി തങ്ങളോട് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് എന്നെ കുത്തുന്ന സമയത്ത് എൻ്റെ ദേഹത്ത്, എൻ്റെ വയറ്റിലാണ് കുത്തിയത്, മെല്ലെ ഇങ്ങനെ ശരിയാകി നിൽക്കൂ എന്ന് പറഞ്ഞ് മെല്ലെ തോണ്ടിയതേ ഉള്ളൂ. എൻ്റെ ദേഹത്ത് വസ്ത്രമില്ലായിരുന്നു, അതുകൊണ്ട് അവിടുത്തെ വസ്ത്രവും മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റിക്കൊടുത്തപ്പോൾ ഫഅതനഖഹു സവാദ് റളിയല്ലാഹു അൻഹു വഅഖദ യുഖബ്ബിലു ബത്നഹു. സവാദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ അണച്ചു പിടിച്ചു. എന്നിട്ട് വഅഖദ യഖ്ബലു ബത്നഹു, റസൂലുള്ളാഹി തങ്ങളുടെ വയറ് സവാദ് റളിയല്ലാഹു അൻഹു ചുംബിച്ചു.
ചുംബിച്ചു. ഇതായിരുന്നു സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ലക്ഷ്യവും. ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, മാ ഹമ്മലക അലാ ഹാദാ, ഓ സവാദേ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്തൊരു കാര്യമാണ് നിന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്? ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഖദ് ഹദറ മാ തറാ, അങ്ങ് കാണുന്ന പ്രതിസന്ധിയിലാണ് ഇപ്പം നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ അങ്ങുമായുള്ള അവസാനത്തെ ഒരു ഉടമ്പടിയും കരാറും ഒരൊത്തുചേരലും ആയിരിക്കാം ഇത്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിൻ്റെയും അവസാനത്തെ ടച്ചായിരിക്കണം എൻ്റെ മരണത്തിൻ്റെ മുമ്പുണ്ടാവേണ്ടത്. ഞാൻ ഏറ്റവും അവസാനമായി സ്പർശിക്കേണ്ടത് അങ്ങയുടെ തൊലിയായിരിക്കണം. അവരൊറ്റ ഉദ്ദേശമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാനൊരിക്കലും അങ്ങയെ ദ്രോഹിക്കാനോ അങ്ങയെ ഖിസാസ് എടുക്കാനോ അങ്ങയോട് പകരം ചോദിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മറുപടി കേട്ട് സഹാബികൾ മുഴുവനും പുഞ്ചിരി തൂകി. അതുവരെ സവാദ് റളിയല്ലാഹു അൻഹു എന്താണ് നബിതങ്ങളെ പ്രതികാരമെടുക്കണം എന്ന് ചിന്തിച്ചിരുന്ന സഹാബികൾ മുഴുവനും പുഞ്ചിരിച്ചു പോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയുണ്ടായി. ഇതാണ് യുദ്ധത്തിന് വേണ്ടി, ബദർ യുദ്ധത്തിന് വേണ്ടി സഹാബികൾക്കിടയിൽ സഹാബികളെ അണിയണിയായി നിരത്തുന്ന സമയത്ത് ഉണ്ടായ വളരെ കൗതുകകരമായൊരു രംഗം. സവാദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആദ്യ യുദ്ധം തുടങ്ങുകയാണ്. ഖുറൈശികളിൽ നിന്ന് 3 പേരാണ് മുസ്ലിമീങ്ങൾക്ക് നേരെ വരുന്നത്. ആരാ 3 പേര്? ആ 3 പേരും ഒരേ കുടുംബത്തിലുള്ളവരാണ്. ഉത്ബത്തും ഷൈബത്തും ഇവർ 2 പേരും റബീഅ എന്നയാളുടെ മക്കളാണ്, ജ്യേഷ്ഠനും അനിയനും. ഇവരാണ് ആദ്യം എതിർക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ വലീദ് ഉത്തുബയുടെ മകനാണ്. ഉത്തുബത്തും ഷൈബത്തും ഉത്തുബയുടെ മകൻ വലീദും ഇവർ 3 പേരും കൂടെ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് മുസ്ലിമീങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. ആ സമയത്ത് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി മുസ്ലിം പക്ഷത്തു നിന്ന് പോകുന്നത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അതേപോലെ തന്നെ ഔഫ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു. ഈ 3 പേരും അവരെ പ്രതിരോധിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 3 പേരും അൻസാറുകളിൽപ്പെട്ട സഹാബികളായിരുന്നു. അങ്ങനെ ഈ 3 പേരെയും ഖുറൈശികളുടെ കുതിരപ്പട്ടാളങ്ങൾ തടഞ്ഞു. അവരെ പരാജയപ്പെടുത്തി, അവരെ പ്രതിരോധിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ തൻ്റെ അണികളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഖും യാ ഉബൈദ് ബിനുൽ ഹാരിസ്, ഓ ഉബൈദ്, ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോനായ ഉബൈദ് എന്നവരെ എണീക്കൂ. വഖും യാ ഹംസ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹംസ നീയും എണീക്കൂ. വഖും യാ അലിയു, അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീയും എണീക്കൂ, നിങ്ങളും എണീക്കൂ എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെ ഈ 3 പേരും ഉത്തുബയെയും ഷൈബയെയും വലീദിനെയും നേരിടാൻ വേണ്ടി പോയി. 2ാം ഘട്ടമായി അങ്ങനെ ബഹുമാനപ്പെട്ട ഫഖത്തല ഹംസത്തു ഷൈബത്ത, ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയെ കൊന്നു, വലീദിനെയും കൊന്നു. അങ്ങനെ ഉബൈദയും അതേപോലെ തന്നെ ഉത്തുബയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നു. ആ പോരാട്ടത്തിൽ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൻ്റെ ഞരമ്പ് പൊട്ടി. പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വലീദിനെ നേരിട്ടത് പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഉത്തുബയെ നേരിട്ടു. 2 പേരും അവിടെ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ടു. ഉബൈദ് റളിയല്ലാഹു അൻഹു അവർ 2 പേരെയും കൊന്നുകളയുകയുണ്ടായി. ഇതാണ് ബദറിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതാണ് സംഭവിച്ചത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥന. അതായിരുന്നു അവരുടെ ആയുധം. ആരെയും ചതിക്കണമെന്ന ചിന്തമില്ലായ്മ,
അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. നിങ്ങൾ എണീക്കണം. എങ്ങോട്ട്? ഇലാ ജന്ന, സ്വർഗീയ ലോകത്തേക്ക്. അർളുഹസ് സമാവാതു വൽ അർള്, ആ സ്വർഗത്തിൻ്റെ വിശാലത ആകാശഭൂമിയോളമാണ്. ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എണീക്കണം. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നുൽ ഹുമാം അൻസാരിയിൽപ്പെട്ട സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജന്നത്തുൻ അർളുഹസ് സമാവാതു വൽ അർള്. ഹോ, ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്വർഗത്തിലേക്കാണോ ഞങ്ങൾ എണീക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, നഅം, അതേ ഹുബാബ്. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ബഖിൻ ബഖിൻ, എങ്കിൽ പിന്നെ അങ്ങ് സംസാരം നിർത്തിക്കോളൂ. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് അങ്ങ് ബഖിൻ ബഖിൻ എന്ന് പറയാൻ കാരണം? ബഹുമാനപ്പെട്ട ഹുബാബ് റളിയല്ലാഹു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമല്ല, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഇനിയുള്ള പ്രതീക്ഷ ആ സ്വർഗക്കാരാവണം എന്നത് മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ള ആഗ്രഹമുള്ളൂ. കാരണം അങ്ങ് സ്വർഗക്കാരനാണ്, ഞങ്ങൾക്കും കൂടെ ആ സ്വർഗത്തിലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു തൻ്റെ വട്ടിയിൽ നിന്ന് 3 ഈന്തപ്പഴങ്ങളെടുത്തു. 3 ഈന്തപ്പഴങ്ങളെടുത്തു. ആ ഈന്തപ്പഴത്തിൽ നിന്ന് ഓരോന്ന് ഭക്ഷിക്കുന്ന സമയത്തും ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈൻ അന ഹുയ്യിതു ഹത്താ ആകുല തമറാത്തി ഹാദിഹി. ഈ 3 ഈന്തപ്പഴം അത് ഭക്ഷിക്കുന്നത് വരെ ഞാൻ മരിക്കാതെ ഇവിടെ അവശേഷിക്കുന്നുവെങ്കിൽ, ആ 3 ഈന്തപ്പഴം ഭക്ഷിച്ച് കഴിയുന്നത് വരെ ഞാൻ മരിക്കാതെ പിന്നെ ഇവിടെ അവശേഷിക്കുന്നുവെങ്കിൽ, ആദിഹി ഇന്നഹാ ലഹയാത്തുൻ തവീല, ഇത് വല്ലാത്തൊരു ദൈർഘ്യമായ ജീവിതമായിപ്പോയി, വല്ലാത്തൊരു ആയുസ്സായിപ്പോയി. കാരണം എന്തേ? പിന്നെ നിങ്ങൾ ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് എന്ന ആയത്ത് കേട്ട ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ പിന്നെ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും മരിക്കണം. നബിതങ്ങൾ പോവേണ്ട സ്വർഗത്തിലേക്ക് ആ നബിതങ്ങളോടുകൂടെ എനിക്കും പോവണം. ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിനുള്ള പുറപ്പെടുമ്പോൾ 3 ഈന്തപ്പന അവിടുത്തെ വട്ടിയിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു, ഈ ഈന്തപ്പഴം അത് കഴിച്ച് തീരുന്നത് വരെ എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ അത് തന്നെ എൻ്റെ മുന്നിൽ വല്ലാത്തൊരു ദീർഘായുസ്സാണ്. എനിക്ക് അത്രയും സമയം വരെ ഈ ദുനിയാവിൽ അവശേഷിക്കാൻ എനിക്കിഷ്ടമല്ല. എത്രയും പെട്ടെന്ന് എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പിന്നെ 1ാമത്തെ ഈന്തപ്പഴം കഴിക്കുകയും ബാക്കിയുള്ള ഈന്തപ്പഴവും വട്ടിയും പുറത്തേക്ക് വലിച്ചെറുകയും ചെയ്തു. സുമ്മ ഖാതലഹും, ശത്രുപക്ഷത്തോട് സമരത്തിലേർപ്പെട്ടു, യുദ്ധം ചെയ്തു. ഹത്താ ഖുത്തില, മഹാനവറുകൾ ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഷഹീദാവുകയും ചെയ്തു. അതാണ് ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നുൽ ഹുമാം അൻസാരിയിൽപ്പെട്ട നേതാവാണ്. ഇതായിരുന്നു സ്വഹാബികളുടെ വീര്യം. ഈ വീര്യം എവിടെ നിന്ന് കിട്ടിയതാ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന കമാൻഡറിൽ നിന്ന്, അവിടെ നിന്ന് നൽകിയ ആത്മീയമായ ഉപദേശങ്ങളിൽ നിന്ന്. അത് തന്നെയാണ് ബദറിൻ്റെ വിജയവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറൊരായുധവും അവരുടെ പക്കലില്ല. ആകെയുള്ള ആയുധം നബി തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ, ഈ ചെറുസംഘത്തെ എങ്ങാനും ഇവിടെ വെച്ചുകൊണ്ട് നീ നശിപ്പിച്ചാൽ, ലം തുഅബദ് ഫിൽ അർളി, ഇനി ഭൂലോകത്ത് പിന്നെ നിന്നെ ആരാധിക്കുന്ന ആരും ഉണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു സാഹചര്യം. സവാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ എൻ്റെ അവസാനം ഇതാണെങ്കിൽ ഹബീബിൻ്റെ ദേഹത്ത് തൊലിയോടെൻ്റെ തൊലി ചേരണം എന്നാഗ്രഹിച്ച സവാദ് റളിയല്ലാഹു അൻഹു വിഷമത്തോടുകൂടെ കൈകൾ മേലോട്ടുയർത്തി പിന്നെ കരയുന്ന ഹബീബിനെ കണ്ടപ്പോൾ, എന്തിനാണ് നബിയെ അങ്ങ് ദുഃഖിക്കുന്നതെന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ രംഗം. അതേപോലെ പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സ്വർഗമാണ് ഞങ്ങൾക്ക് പ്രതിഫലമെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഈന്തപ്പഴം അത് കഴിച്ച് തീരുന്നത് വരെ ഞാനിവിടെ ജീവിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ആയുസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് അത്രയും എനിക്ക് ജീവിക്കണ്ട.
എന്ന് പറഞ്ഞ് തങ്ങളുടെ പക്കൽ കഴിക്കാൻ കൊണ്ട് ആകെ കരുതി വന്നിരുന്ന വട്ടിയും മീന്തപ്പഴയുമൊക്കെ പിന്നെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധരണാങ്കണത്തിലേക്ക് എടുത്തു ചാടി ഷഹീദായ ബഹുമാനപ്പെട്ട ഉമൈർ ബിനുൽ ഹുമാം റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ നേതാവ്, ഇവരൊക്കെയാണ് മുസ്ലിമീങ്ങളുടെ മാതൃക. നല്ല കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് കൊടുത്ത മോട്ടിവേഷൻ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അതൊക്കെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.